കെഎസ്ആർടിസി ഇലക്ട്രിക് ബസ് വിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. താൻ ഇനി ഒരു തീരുമാനവും എടുക്കുന്നില്ലെന്നും പറയാനുള്ളത് ഉദ്യോഗസ്ഥർ പറയുമെന്നാണ് മന്ത്രിയുടെ മറുപടി. വിവാദത്തിൽ ആദ്യമായി പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഇലക്ട്രിക് ബസ്സുകൾ നിർത്തലാക്കണമെന്ന മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രതികരണത്തിന് മുന്നണിയിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉയർന്നതോടെയാണ് മന്ത്രി പരസ്യമായി നീരസം പ്രകടിപ്പിച്ചത്. തന്റെ വാക്കുകൾ സത്യമാണെന്ന് തെളിയുമെന്ന് പറഞ്ഞ മന്ത്രി തന്നെ ഉപദ്രവിക്കാൻ ചില ആളുകൾക്ക് താല്പര്യമുണ്ടെന്നും വ്യക്തമാക്കി. എന്നെ ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ ഇത് പറയാനുള്ളൂ, നാട്ടുകാർ ചിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നെ ഉപദ്രവിക്കാൻ ആണെങ്കിൽ എനിക്കൊരു യാതൊരു വിരോധമില്ല, ഉപദ്രവിച്ചോളുക. ചില ആളുകൾക്ക് ഉദ്ദേശമുണ്ട് ഉപദ്രവിക്കാന്നുള്ളത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവർക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്തില്ല. വല്ലപ്പോഴും ഒരു സത്യം പറയുന്നത് സത്യം പറയുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ സത്യമാണെന്ന് തെളിയിക്കാൻ എനിക്ക് ആരുടെയും പോകില്ല. ഞാൻ അച്ഛനറിയാം, ഞാൻ നല്ല ദൈവവിശ്വാസിയാണ്. ഞാൻ പറയുന്ന സത്യങ്ങളൊക്കെ ദൈവത്തിലും തെളിയും. വാഹന രജിസ്ട്രേഷനിലും മാറ്റമുണ്ടാകുമെന്ന സൂചനയും മന്ത്രി നൽകുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ ടാക്സ് കൂടുതലാണ്. ഇത് പൊട്ടക്കണക്കൊന്നും അല്ല, എടുത്തുകൊണ്ട് വന്നോ കുഴപ്പമില്ല. ഏതാണ്ട് 50-ൽ താഴെ വണ്ടികൾ മാത്രമാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. മലയാളികളുടെ വണ്ടികൾ ബഹുഭൂരിപക്ഷവും വെളിയിലാണ്. എന്നോട് ഒരു ഓഫീസർ പറഞ്ഞ കണക്കാണ് ഞാൻ പറഞ്ഞത്. 50-ൽ താഴെ വണ്ടി മാത്രമേ ഇതുപോലുള്ള വലിയ വണ്ടികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യൂ. അത് നമുക്ക് വലിയ ആപത്താണ്. കാരണം നമ്മുടെ വലിയൊരു നികുതി വരുമാനമാണ് നഷ്ടം. അക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന, ഈ ടാക്സിന്റെ കാര്യത്തിൽ ഒരു പുനഃപരിശോധന ആലോചിക്കുന്നു. മന്ത്രി പദവി ഏറ്റെടുത്തതിനു ശേഷം ഈ ബസ്സുകൾ വേണ്ടെന്ന നിലപാടാണ് കെ.ബി. ഗണേഷ് കുമാർ ആദ്യം സ്വീകരിച്ചത്. ഇതിന് ഇടതുമുന്നണിയിൽ പിന്തുണ ലഭിച്ചില്ല. പുതിയ കാലഘട്ടത്തിൽ ഈ ബസ്സുകൾ വേണമെന്നാണ് CPM നിലപാട്. ജനം, തിരുവനന്തപുരം.